അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഫ്രൈ അടിക്കാൻ പോകുന്ന നല്ല അടിപൊളി പോർക്കിന്റെ കരൾ കേട്ടോ. സ്പെഷ്യൽ വേണ്ട നല്ല അടിപൊളി പോർക്കിന്റെ ലിവർ ആണ് അങ്ങോട്ട് ഇറക്കി വിടുന്നത് കേട്ടോ. ഓ എന്റെ പൊന്നോ, തേങ്ങ തോണ്ട ഇളകിപ്പോയുണ്ടോ. ഓ ഇരിക്കാൻ വേണ്ടി പോവാണേ. Ready, 1, 2, 3, start, go. ഇതാ വള്ളം കളി നടക്കാൻ പോവുകയാണ്. ഇതാ കണ്ണന്റെ വള്ളം ഫ്രണ്ടിൽ കയറിയിരിക്കുന്നു. ഇതാ രണ്ട് വള്ളവും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. ഇതാ എങ്ങോട്ടും അറിയാതെ ഗെയിമിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ്, അപ്പോൾ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പോർക്കിന്റെ ലിവർ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന വീഡിയോ ആണല്ലേ. അതെ. അപ്പോൾ ഞങ്ങളിത് ഇന്ന് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു പ്ലേസിൽ ഈ ഒരു വൈബിലാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാനായിട്ട് മുതലാ. അതെ അതെ അതെ, നല്ല പോർക്കിന്റെ ലിവർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ വെട്ടി പീസാക്കി നമ്മൾ ഫ്രൈ അടിക്കാൻ വേണ്ടി പോവാണ്. അതെ അതെ, ഞാൻ ഇതിലായിട്ടും കഴിച്ചിട്ടില്ല. ലിവർ മാത്രമായിട്ട് ഫ്രൈ ചെയ്ത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അല്ലാതെ പോർക്ക് കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ 1-2 പീസൊക്കെ കഴിച്ചിട്ടുണ്ട്. നീയോ? കഴിച്ചിട്ടേ. പോർക്ക് ഇഷ്ടമാണോ? പോർക്ക് കഴിക്കും. ആ എന്നാലും കഴിക്കും. ഓക്കെ, ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്ക് അത്ര ഞാൻ പോർക്ക് ഒത്തിരി കഴിക്കാറില്ല, പക്ഷെ കഴിക്കും. പക്ഷെ ഇന്നെന്തായാലും ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ക്യാമ്പ് ചെയ്ത സ്ഥലത്താണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോക്ക് മുമ്പ് നമ്മളിവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മളിവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലേസിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആലപ്പുഴയുടെ മനോഹാരിതയിലാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കേസപ്പോൾ അതുപോലെ നമ്മുടെ ഏറുമാടത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഏറുമാടത്തിൻ്റെ റൂഫ് വർക്ക് നമ്മൾ രണ്ടും ചെയ്തില്ല. ഇനി ഓലയൊക്കെ വേണം. അതിനിടയിൽ കുഞ്ഞിന് വാക്സിൻ എടുക്കാനൊക്കെ പോയിരുന്നു. അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങൾ സാധിക്കാനായിട്ട് പോവുകയാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സംഭവമാണ്. അതെന്തായാലും ഞങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അതപ്പം 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അത് റിവീൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആ ഒരു ആഗ്രഹത്തിനെ കുറിച്ച്? അതെ, ആ ഒരു അതില്ലാതെ നമ്മൾ കുറെ ബുദ്ധിമുട്ടുണ്ടല്ലേ. പല കാര്യങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതെ അതെ, അത് വരുന്നു ഒരു സന്തോഷം. അതെ, അത് വരുന്നു. അത് കുറേ നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് പെട്ടെന്ന് നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് നീട്ടുന്നില്ല. നമ്മൾ വേണ്ട വീഡിയോയിലോട്ട് പോവാണ് കേട്ടോ. ഈ വരമ്പൊക്കെ ചാടിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്താണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഫ്രൈ അടിക്കാൻ പോകുന്ന നല്ല അടിപൊളി പോർക്കിന്റെ കരൾ കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി പാചകത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തീയും കാര്യമെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പാചകത്തിലേക്ക് പോകണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തോ ഉള്ളിൽ നേണ്ട പുകച്ചോണ്ടിരിക്കുക കേട്ടോ. മൊത്തം കണ്ടത്തിലോട്ട് നമ്മൾ പുക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊതുക് കുറച്ച് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് പുകച്ചോണ്ടിരിക്കുക കേട്ടോ. അയ്യോ, പുകച്ചെടുക്കാൻ പോന്നെ പുകയ്ക്കാൻ പോവാ. അപ്പോൾ അത് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് കേട്ടോ അത് കിടന്നത് കേട്ടോ ഒരു രാത്രി മൊത്തം. അപ്പോൾ നമ്മുടെ ചട്ടി കൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കഴിച്ചപ്പോൾ നമ്മൾ വേണ്ട എണ്ണ ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് കടുക് ഇടാനായിട്ട്, പക്ഷെ നമ്മൾ കടുക് കൊണ്ടുവന്നിട്ടില്ല, കടുക് മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും പച്ചമുളകും നമ്മൾ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ വേണ്ട ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ, കടുക് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കറിവേപ്പില വെച്ച് നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതെ, നമ്മുടെ കറിവേപ്പില അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം എടുത്തിട്ടു. അപ്പോൾ അടുത്ത് നമ്മൾ വേണ്ട ഇഞ്ചി വെളുത്തുള്ളി, അടുത്തല്ല നാടൻ പച്ചമുളക്, കീറിയെന്നല്ല, നാടനല്ല, നാടനാണോന്ന് എനിക്കറിയത്തില്ല. തമിഴ്നാടല്ലേ? ആ കാണുമ്പോൾ അറിയോ തിളച്ചെണ്ണ വീണിപ്പം, തിളച്ചെണ്ണ കയ്യേ വീണ്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ അങ്ങോട്ട് മൂത്ത് വരുന്ന ടൈം ആകുമ്പോഴത്തേന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന ടൈം ആകുമ്പോൾ നമ്മൾ കണ്ട നല്ല നാടൻ ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കിയ നല്ല അടിപൊളി സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഗൈസ്, അപ്പോൾ അച്ഛൻ എത്തിയിട്ടുണ്ട് കേട്ടോ. സവാള ഇട്ട് കൊടുത്തു. നമ്മൾ സവാള ഇങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സവാളയും നമ്മളിത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് മൂത്ത് അങ്ങോട്ട് വരട്ടെ കേട്ടോ. അച്ഛൻ കൊണ്ട് ഇളക്കി അച്ഛൻ ഒന്ന് മതി. കുറച്ച് തേങ്ങാക്കൊത്ത് വേണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങോട്ട്. ആ, തേങ്ങാക്കൊത്തും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആകും കേട്ടോ. നമ്മൾ കുറച്ച് സവാള ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു മസാല അങ്ങോട്ട് ആദ്യം അങ്ങ് പൊട്ടിച്ചിടാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ആദ്യമേ.
ഗൈസ് അപ്പോൾ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മളുടെ മുളക് പൊടിയും മല്ലിപ്പൊടി ഇടുമ്പോഴത്തേക്കാണ് നമ്മൾ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല തിളച്ചങ്ങോട്ട് മറിയുവാണ് കേട്ടോ. നല്ല കുറുകിയ ഗ്രേവിയാണ്. അപ്പോൾ അതിൻ്റെ ഇവന്മാരെ അങ്ങോട്ട് നമുക്ക് ഇറക്കി അങ്ങോട്ട് വിടും കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ വേണ്ട നല്ല അടിപൊളി പോർക്കിൻ്റെ ലിവറാണ് വേണ്ട അങ്ങോട്ട് ഇറക്കി വിടുന്നത് കേട്ടോ. കുരുമുളക് പൊടി അങ്ങോട്ട് വിതറി അങ്ങോട്ട് വിടും കേട്ടോ. അങ്ങോട്ട് പുകയണം ഇത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ഉണ്ടോ. ഗൈസ് അപ്പോൾ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ആക്കുവാണേ. ഇനി കുറച്ച് നേരം അവനെ അങ്ങോട്ട് വേഗം അങ്ങോട്ട് ഇരുത്തി കൊടുക്കാം അങ്ങോട്ട്. അപ്പോൾ നമുക്ക് അടച്ചു കൊടുക്കാം. തിരിച്ചടക്കി വേണ്ടി അടക്കി. ഗൈസ് അപ്പോൾ അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇനി എന്തോ സംഭവിക്കുന്നത് അറിയത്തില്ല. അപ്പം ഇതിനി സെറ്റാവട്ടെ എന്തായാലും ഒന്ന്. ഇപ്പോൾ തന്നെ നമ്മുടെ കരൾ നേടങ്ങോട്ട് കിടന്നങ്ങോട്ട് തിളച്ചങ്ങോട്ട് മറിയുവാണ് കേട്ടോ. അപ്പോൾ ഇനി ചാറ് കുറച്ച് പറ്റിയാൽ മാത്രമേ നമുക്ക് ഇനി എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. നല്ല അടിപൊളി മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കി ഇതൊന്ന് തിളക്കിയത് സൗണ്ട് കേട്ടില്ലേ? നിങ്ങൾ ഉപ്പിട്ടോ ഉണ്ടല്ലേ എരിയും മണല്ലേ. ഗൈസ് അപ്പോൾ നമുക്ക് എരിവിന് വേണ്ടി കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പകുതി മതി. അതെ അതെ കുറച്ചുകൂടെ നമ്മൾ ഫ്രൈ അടിക്കാൻ നേരത്ത് ഇട്ട് കൊടുക്കാം. അതെ അതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ ഏകദേശം എല്ലാം അത് പറ്റി വരുന്നുണ്ട്. ആ ഗ്രേവി നല്ല തിക്ക് ഗ്രേവിയായി. ഗൈസ് അപ്പോൾ രണ്ട് വള്ളക്കാർ വരുന്നുണ്ട്. അമ്മമാരെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അമ്മമാർ വരുമോ നോക്കട്ടെ. ഗൈസ് അപ്പോൾ ഇവിടെ നല്ല മീനൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു മീനും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചൂണ്ടയിടാൻ പറ്റിയ സ്ഥലം ഇല്ലടാ. കൈ ചൂണ്ടയിടാനായിട്ട് നല്ല തണലും ഉണ്ട് കാര്യങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട്. ഗൈസ് അപ്പോൾ വേണ്ട ഒരു വള്ളമായിട്ട് വരില്ല കേട്ടോ. അവരെ പോത്തിടിക്കാൻ വന്നിട്ട് ആ വള്ളക്കാരനെ കണ്ടോ അടുപ്പിക്ക് വാ കയറി വാ ഗൈസ് അപ്പോൾ വള്ളം കണ്ടോ ഓടോ. Ready, 1, 2, 3, start, go. ഇതാ വള്ളം കളി നടക്കാൻ പോവുകയാണ്. ഇതാ കണ്ണന്റെ വള്ളം ഫ്രണ്ടിൽ കയറിയിരിക്കുന്നു. ഇതാ രണ്ട് വള്ളവും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. ഇതാ എങ്ങോട്ടെന്ന് അറിയാതെ ബുദ്ധിമുട്ട് നേടിയിട്ടാലോ പോത്തിന്റെ. ഗൈസ് അപ്പോൾ വള്ളത്തെ പോകണ്ട നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പാടിൻ്റെ ബാലൻസ് ഉണ്ടോ പോകുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഒടുവിൽ തന്നെ നമ്മുടെ അടിപൊളിയായിട്ട് ആ ഗ്രേവിയൊക്കെ അങ്ങോട്ട് പറ്റി കേട്ടോ. ഗൈസ് അപ്പോൾ ഇതുണ്ട് ഗ്രേവിയൊക്കെ പറ്റി നല്ല അടിപൊളിയായി കേട്ടോ. ഇനി വറ്റിക്കണം അങ്ങോട്ട്. ഇനി ഒന്ന് സെറ്റാക്കി ഡ്രൈ ആക്കി അങ്ങോട്ട് എടുക്കണം കേട്ടോ. കണ്ടിട്ട് തന്നെ അങ്ങോട്ട് കൊതി അങ്ങോട്ട് വരുന്നു അങ്ങോട്ട്. നിനക്ക് കൊതി വരുന്നുണ്ടോ? കാണുമ്പോൾ കൊതി വരുന്നുണ്ട്. ഗൈസ് അപ്പോൾ ദാസപ്പം അങ്ങോട്ട് വരട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഇത് വരട്ടിയ മാതിരി ഇല്ലടാ. ഫ്രൈ ആക്കണം അല്ലേ? അങ്ങോട്ട് കറുപ്പിച്ച് അങ്ങോട്ട് എടുക്കണം ഇവനെ. അതെ അതെ ഗൈസ് അപ്പോൾ നമ്മുടെ ശക്തിയും ശിവയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇമാരുടെ ഇവിടെ കളിക്കാനായിട്ട് പോയാ ഇല്ലടാ. എന്താ ചൂണ്ടിടാൻ വന്നാണോ? പിന്നെ സ്റ്റിക്കർ ചെയ്യാൻ വന്നാണോ? ബാക്കി നമ്മുടെ പിള്ളേരെല്ലാം കളിക്കാൻ വേണ്ടി പോയി കേട്ടോ. ശക്തി ലൈൻ ഉണ്ടോടാ? ലൈൻ ഉണ്ടോ? നീയാണ് ഇഷ്ടമെന്ന് പറഞ്ഞോ അതോ കൊച്ചാണോ ഇഷ്ടമെന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞത്? ഐ ലവ് യു ടു തോ. ഇവന്റെ പല്ല് കണ്ടിട്ടാ കൊച്ചു വളഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മളെ പോർക്ക് ലിവർ കണ്ട സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇനി കുറച്ചുകൂടെ ഒന്ന് വരട്ടിയെടുക്കാനുണ്ട് കേടാ. ഓക്കെ ഇച്ചിരി എണ്ണ ഒഴിച്ചോണ്ട് ഇച്ചിരി എടുത്താൽ മതി. അത്രയും തന്നെ മതി. ഇളക്ക് ഇനി ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും കേട്ടോ. അത് നല്ലപോലെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഐറ്റം സാധനമാണ് കേട്ടോ. ഇതുണ്ടോ സാധനം നിങ്ങൾ നോക്കിയൊന്നു. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെടാ? ഗൈസ് അപ്പം നമ്മൾ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുവാണേ. സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി മണം വരുന്നുണ്ടേ. നമ്മൾ മസാല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ ഇവനൊന്ന്. ഗൈസ് അപ്പോൾ കുറച്ച് പോച്ച അരിഞ്ഞായിട്ട് അങ്ങോട്ട് കൊടുക്കുവാണേ.
കുറച്ചിടുവാണേ. ഒരു കൈ പച്ചപ്പച്ച. ഒരു കൈ പച്ചപ്പച്ച. അത് മൊത്തം ഇട്ടു. മൊത്തം ഇടണോ? ആ ഇട്. അത്ര മതി, അത്ര മതി. അതാ പറഞ്ഞു. അതിട്ടോ, അതിട്ടോ. ഈ നാടൻ ചുടുതനം ഇച്ചിരി ഉണങ്ങിയത് കറിവേപ്പില കേട്ടോ. ആഹാ, എന്ത് സാധനമാണേ ഗൈസ്. അപ്പം കണ്ടിട്ട് തന്നെ കൊതി വരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ആ ഗ്രേവിയിലൊക്കെ ഇരുന്ന് അങ്ങോട്ട് അങ്ങ് ഡ്രൈ ആയി സാധനം കേട്ടോ. ഇരിക്കും തോറും അങ്ങോട്ട് കളർ മാറിക്കൊണ്ടിരിക്കുവാണേ. സെറ്റ് സാധനമാണ്. ഇപ്പോൾ ന്യൂമാർക്ക് രണ്ടുപേർക്കും ഭാഗ്യമുണ്ട് കേട്ടോ. ഇല്ലടാ പറ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ നല്ല അടിപൊളി ഏലയൊക്കെ വെട്ടിയിട്ട് നമ്മൾ കണ്ട നല്ല അടിപൊളി പോർക്ക് ലിവർ ഫ്രൈ ആണ് എൻ്റെ ഇരിക്കുന്നത് കേട്ടോ. ഇവനെ അങ്ങോട്ട് കോരി എടുക്കാം. അടുത്തുണ്ടോ? ഓ എൻ്റെ പൊന്നോ, എന്താ മണം. ആ വെച്ചങ്ങോട്ട് കൊടുക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രൈ എടുത്ത് അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുക്കുവാണേ. ഒരു രക്ഷയില്ല, അടിപൊളി സാധനമാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആ തേങ്ങ തോണ്ട ഇളകിപ്പോയുണ്ടോ. ഓ എൻ്റെ പൊന്നു. ഓ ആഹാ, ഇതങ്ങോട്ട് പൊറോട്ട അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കണം. അങ്ങോട്ട് കഴിക്കാം. എങ്ങനാ ഗൈസ്? അപ്പോൾ നമ്മൾ കണ്ട കഴിക്കാനായിട്ട് പോകണം കേട്ടോ. ഇവിടെ കൊണ്ട് നമ്മൾ സാധനമെല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാനുള്ള ആൾക്കാരെല്ലാം തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ മുമ്പ് വെള്ളം കൊണ്ട് നമ്മുടെ പിള്ളേരൊക്കെ നമ്മൾ വിളിച്ചായിരുന്നു. അവന്മാർ വരുന്നില്ല, അവന്മാർ കഴിച്ചതാ ചൂണ്ടിയിടുമെന്നൊക്കെ പറഞ്ഞ്. അവന്മാർ വരുവാണെങ്കിൽ അവന്മാരും കൊടുക്കുക. ഇഷ്ടംപോലെ സാധനം ഇരിപ്പുണ്ട്. നമ്മൾ വേണ്ട കഴിക്കാനായിട്ട് പോകണം. നമ്മൾ ഈ പോർക്കിൻ്റെ ലിവർ ഫ്രൈ ചെയ്തതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇവനെ ആ പൊറോട്ട ഇങ്ങോട്ട് കീറി അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എങ്ങോട്ടാ? സൂപ്പറാണോ? കഴിക്കാം പടാ. ഇതെങ്ങനെ അങ്ങോട്ട് എടുക്കുവാണ് സാധനം. കഴിയണ പോലെ അങ്ങോട്ട്. എങ്ങോട്ടാ ടേസ്റ്റ് ഉണ്ട്? എന്താ സെറ്റ്? പിന്നെ ഗൈസ്, അപ്പോൾ ഈ ഒരു ആംബിയൻസ് ഇരുന്ന് നമ്മൾ ആ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഇല്ലടാ. അടിപൊളിയാണ്. എങ്ങോട്ടാ? സൂപ്പർ അല്ലേ ഗൈസ്? അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല പൊറോട്ട എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ലിവർ അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു മസാലയും ഇല്ലേ, കുരുമുളകെല്ലാം നല്ല പറഞ്ഞല്ലേ. ഇടുക സാധനം കഴിയണോ? കഴിച്ചു. ഓ കൊള്ളാടാ. കിണ്ണ സാധനം വേണ്ട വെച്ചലക്കുവോ. ഓ സെറ്റില്ലേ. കഴി വേണ്ട. പോർക്കിൻ്റെ പോർക്ക് ലിവർ ഗൈസ്. അപ്പോൾ വേണ്ട ദാസപ്പ വേണ്ട അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി പോവാണേ. ഇങ്ങോട്ട് കാണിച്ചേ, ഇങ്ങോട്ട് കാണിച്ചേ. ഇങ്ങോട്ട് കാണിച്ചേ. വേണ്ട. ആഹാ ഓ ശരി. ഗൈസ്, അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി പോർക്ക് ലിവറും കൂട്ടി നല്ല അടിപൊളി പൊറോട്ട കഴിച്ചിട്ട് നിൽക്കുന്നത് ഇപ്പാണ് കേട്ടോ. എങ്ങോട്ടായിരുന്നു മോനെ? നീ പറ, എങ്ങോട്ടായിരുന്നു? എങ്ങോട്ടായിരുന്നു? പറ, വേറെ പറ. വേറെ അടിപൊളി സൂപ്പർ ആയിരുന്നോ? എങ്ങോട്ടാ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ട് പൊളിയായിരുന്നു. അതെ കിടില. നമ്മുടെ ദാസപ്പനാണ് വെച്ചത്. എങ്ങോട്ടാണ്? സൂപ്പർ സാധനമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ദാസപ്പനാണെങ്കിൽ കോട്ടയം വരെ പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന് ദാസപ്പൻ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം സാധനമൊക്കെ ആയിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. എന്നാ അടുത്ത വീഡിയോ എന്നാ? പിന്നെ നീ പിന്നെ പറഞ്ഞ അടുത്ത വീഡിയോ കാണാമെന്ന് എന്താ പറയുന്നത്? നീയൊക്കെ അടുത്ത വീഡിയോ കാണാം എന്ന് എപ്പോഴും ഇനി അടുത്ത വീഡിയോക്ക് എന്നാ ഇത്? നിങ്ങൾക്ക് സ്കൂളിൽ പോകണം. നമുക്ക് സ്കൂളിൽ പോണ്ടേ?
ഗൈസ് അപ്പോൾ ചുമ്മാ പറഞ്ഞ കേട്ടോ, അടുത്ത വീഡിയോ നമുക്ക് കാണാം. ശരി എന്നാ.